ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വായന ഭാഗം ഉൽപ്പത്തി പുസ്തകം 22 മുതൽ 24 വരെയുള്ള അധ്യായങ്ങൾ. ഇന്നത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം 9 വാക്യം. അപ്പോൾ ദാസൻ തൻ്റെ യജമാനനായ അബ്രഹാമിൻ്റെ തുടയിൻ കീഴിൽ കൈവച്ച് അങ്ങനെ അവനോട് സത്യം ചെയ്തു. കുടുംബ ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഇന്നത്തെ സമൂഹത്തിലും കുടുംബം വലിയ മാറ്റങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. സാങ്കേതിക പുരോഗതിയും സാമൂഹിക സാംസ്കാരിക വ്യത്യാസങ്ങളും കുടുംബജീവിതത്തിൽ പുതിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു. നിലനിൽക്കുന്ന ഒരു സംവിധാനമായി ദൈവം വിഭാവനം ചെയ്ത കുടുംബം പൗരസ്ത്യ നാടുകളിൽ എക്കാലവും ശക്തവും സുന്ദരവും സുദൃഢവുമായിരുന്നു. എന്നാൽ ഇന്ന് ഒരുതരം മായിക പ്രപഞ്ചത്തിൽ അകപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് പല കുടുംബങ്ങളും. ആരംഭിക്കുന്നതിനേക്കാൾ വേഗത്തിൽ അവസാനിപ്പിക്കാൻ വെമ്പൽ കൊള്ളുന്ന ദാമ്പത്യ ബന്ധങ്ങൾക്ക് മാതൃകയാണ് അബ്രഹാം എന്ന പിതാവും അദ്ദേഹത്തിൻ്റെ ചിന്തകളും. തൻ്റെ മകൻ്റെ അനുഗ്രഹകരമായ ജീവിതത്തിനായി പിതാവ് സ്വീകരിക്കുന്ന ചില നിലപാടുകൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, വിവാഹവും വിശ്വാസ പൈതൃകവും. തൻ്റെ മകന് ഭാര്യയെ കണ്ടെത്തേണ്ടത് എവിടെ നിന്ന്, എങ്ങനെ ആയിരിക്കണം എന്നതിനെല്ലാം പിതാവിന് വ്യക്തമായ ബോധ്യമുണ്ട്. കാരണം ചുറ്റും പാർക്കുന്ന വിദേശീയരായ ഇതര മതസ്ഥരിൽ നിന്നല്ല, മറിച്ച് സ്വന്തം ദേശത്ത് നിന്ന്, സ്വന്തം വിശ്വാസത്തിൽ നിന്ന്, ചാർച്ചക്കാരിൽ നിന്ന് തന്നെയാകണം എന്ന ദാസനെ കൊണ്ട് അബ്രഹാം സത്യം ചെയ്യിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അത് ഉൽപ്പത്തി പുസ്തകം 24 അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ ഇന്ന് ഇത്തരം ചിന്തയുള്ളവരെ അപരിഷ്കൃതരായി, അജ്ഞരായി സമൂഹം മുദ്രകുത്തും. എന്നാൽ സമാനഗതിയിലുള്ള ചിന്തകളും വിശ്വാസ പൈതൃകങ്ങളിലും ഉള്ളവർ ഒന്നിക്കുമ്പോൾ അത് സ്ഥിരതയുള്ളൊരു ബന്ധമായി തീരും. എന്നാൽ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ അന്യദേശം, അന്യഭാഷ, മറ്റ് മതവിശ്വാസങ്ങളിലേക്കൊക്കെ എത്തപ്പെടുന്നു. ഇവിടെ മാതാപിതാക്കൾ തകരുന്നതോടൊപ്പം പല തലങ്ങളിലുമുള്ള ബന്ധങ്ങളും ശിഥിലമാകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ സ്വന്തം മക്കളുടെ ഭാവി തീരുമാനിക്കുന്നതിൽ മാതാപിതാക്കൾക്കുണ്ടായിരുന്ന സ്ഥാനം ആലങ്കാരികമായി മാത്രം മാറുന്നില്ലേ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവിടെ അബ്രഹാം തൻ്റെ വിശ്വാസത്തിനും പൈതൃകത്തിനും പ്രാധാന്യം നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. രണ്ടാമതായിട്ട്, വിവാഹവും ദൈവഹിതവും. ദൈവത്തോടുള്ള വിശ്വസ്തത കൈവെടിയാതെയാണ് ഇവിടെ അബ്രഹാം പ്രവർത്തിക്കുന്നത്. ദൈവത്തോടുള്ള വിശ്വസ്തതയും അനുസരണവും തലമുറകളും പിന്തുടരണമെന്നാണ് ഇതിലൂടെ അബ്രഹാം ആഗ്രഹിക്കുന്നത്. അതിനാലാണ് ഇസഹാക്ക് കനാനിൽ തന്നെ തുടരണമെന്ന അബ്രഹാമിൻ്റെ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനം. അത് ഉൽപ്പത്തി പുസ്തകം 24 അധ്യായത്തിൻ്റെ 6 വാക്യത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ ഇപ്രകാരം പറയുന്നു: അബ്രഹാം തൻ്റെ ദാസനോട് പറഞ്ഞത്, എൻ്റെ മകനെ അവിടേക്ക് മടക്കിക്കൊണ്ടു പോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന്. അബ്രഹാം തൻ്റെ ജീവിതത്തിൽ ദൈവഹിതത്തിന് പ്രാധാന്യം നൽകിയെങ്കിൽ ഇന്നത്തെ നമ്മുടെ വിവാഹ ബന്ധങ്ങളിൽ ദൈവത്തിനും മാതാപിതാക്കൾക്കും എന്ത് സ്ഥാനമാണ് ഉള്ളത്? നമ്മുടെ തലമുറകളിലേക്ക് നമ്മുടെ വിശ്വാസ പൈതൃകങ്ങൾ പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. മാത്രമല്ല, അവയിൽ നിലനിൽക്കുവാനും ആ വിശ്വാസ പൈതൃകങ്ങളെ കാത്തു സൂക്ഷിക്കുവാനും ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, കുടുംബ ബന്ധങ്ങളിലെ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരായും ദൈവത്തോടുള്ള വിശ്വസ്തതയും വിശ്വാസ പൈതൃകങ്ങളും പിന്തുടരുന്നവരായും തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.